ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുർആൻ പാരായണം വേണം. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ അബൂ ദർ അൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു വന്നുകൊണ്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ഔസിനി, എനിക്ക് വസിയത്ത് നൽകണേ നൽകണേ. അല്ലാഹുവിന്റെ ഹബീബേ റസൂലേ, ബഹുമാനപ്പെട്ട അബൂ ദർ അൽ ഗിഫാരി തങ്ങളോട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അലൈക ബിതിലാവത്തിൽ ഖുർആൻ, അല്ലാഹുവിന് വേണ്ടി പരിശുദ്ധമായ ഖുർആൻ പാരായണം നീ നടത്തണേ. ഖുർആൻ പാരായണം കൃത്യമായി ജീവിതത്തിൽ കൊണ്ടുവരണേ. ബഹുമാനപ്പെട്ടവർ പറയുന്നു, സിദിനി, എനിക്ക് വീണ്ടും അധികരിപ്പിക്കണേ നബിയേ, അഥവാ അടുത്തവര് വസിയത്ത് നൽകണേ റസൂലേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അലൈക ബിതിലാവത്തിൽ ഖുർആൻ, നീ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യണേ. ഫഇന്നഹാ ദുഖുറുൽ ലക ഫിസ്സമാഇ വഫിദ്ദുനിയാ, ദുനിയാവിലും നാളെ ആഖിറത്തിലും നിനക്കുള്ള സൂക്ഷിപ്പ് സ്വത്താണ് ഈ ഖുർആൻ പാരായണമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആകാശഭൂമികൾ നിനക്കുള്ള നിക്ഷേപമാണ്, സൂക്ഷിപ്പ് സ്വത്താണ് ഖുർആൻ പാരായണം. നമ്മളിൽ എത്ര പേര് ഇന്ന് ഒരു ജുസു ഓതിയവരുണ്ട് സഹോദരങ്ങളെ? എത്ര പേരുണ്ട്? ഒന്ന് ചിന്തിക്ക്. കൈയുയർത്താനല്ല പറയുന്നത്, ഒന്ന് ചിന്തിക്ക്. നമ്മളിൽ എത്ര പേരുണ്ട് ഇന്നത്തെ ദിവസം ഖുർആൻ കൈകൊണ്ട് എടുത്തവർ? ഇപ്പൊ ഖുർആൻ എടുക്കാൻ തന്നെ മടിയാണ്. എല്ലാരും മൊബൈലിലെ ഖുർആൻ വാട്ടിരിക്കുകയാണ്. മൊബൈലിലെ മുസഹഫ് യഥാർത്ഥ മുസഹഫ് അല്ല. അതുമല്ല, ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഒന്നുമില്ല, ആ സാഹചര്യത്തിൽ നമുക്കൊന്ന് എടുക്കാൻ പറ്റുന്നതല്ലാതെ. അതുകൊണ്ടാണല്ലോ മൊബൈലിലെ ഖുർആനുമായിട്ട് ബാത്റൂമിൽ പോകാമെന്ന് അയിമ്മത്തുകൾ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. മൊബൈലിൽ എന്ത് വെച്ചു? ഒരു ഖുർആൻ അപ്ലോഡ് ചെയ്ത് വെച്ചിരിക്കുക. അതുമായിട്ട് എവിടെ പോകാം? വാഷ്റൂമിൽ പോകാം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനം എന്താ? മൊബൈലിലുള്ള മുസഹഫ് യഥാർത്ഥ മുസഹഫ് അല്ല എന്നാണ് കർമ്മശാസ്ത്ര വീക്ഷണം. ഇത് മുസഹഫ് ഇങ്ങനെ തൊട്ടടുത്ത് ഷെൽഫിൽ ഇരിപ്പുണ്ട്, എന്നാൽ ഹൈവാൻ കൈകൊണ്ട് അത് എടുക്കൂല, ഒന്നും ഉണ്ടെങ്കിൽ പോലും. പള്ളി വന്നിരുന്നിട്ട് ഇത് മൊബൈലും വരെ ഇങ്ങനെ, നാട്ടുകാരൊക്കെ ഒന്ന് കണ്ടോട്ടെ, പത്തക്കോലിനകത്ത് സാധനം വെച്ച് തോണ്ടിക്കളിക്കുക, എടുക്കാൻ മടിയ. പിന്നെ എങ്ങനെ നമുക്ക് ഹിദായത്ത് കിട്ടും? ഈ ഖുർആൻ കയ്യിലേക്ക് ചേർത്ത് വെക്ക്, ഹൃദയത്തേക്ക് ചേർത്ത് വെക്ക്, അപ്പൊ നിനക്ക് പ്രകാശം ഉണ്ടാകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. യുദ്ഫഉൽ മുസ്തമിഅൽ ഖുർആനി ബൽവ ദുനിയാ വഅൻതാലിൽ ഖുർആനി ബൽവൽ ആഖിറ. പരിശുദ്ധമായ ഖുർആൻ കേൾക്കണേ. കേൾക്കുന്നവർക്ക് എല്ലാ ബലാ മുസീബത്തുകളെ തൊട്ട് ദുനിയാവിൽ അല്ലാഹു കാവൽ നൽകുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഖുർആൻ കേൾക്കാൻ തയ്യാറാവണം. മക്കളെ കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യിക്കണം. മദ്രസയിൽ പഠിക്കുന്ന മക്കളാണ്, 2ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ, +2 വരെ പഠിക്കുന്ന മക്കളാണ്. ആ മക്കളെ കൊണ്ട് ഇശാ മഗ്‌രിബിനിടയിലും അല്ലാത്ത സമയങ്ങളിലും ഒഴിവുള്ള ഘട്ടങ്ങളിലും ഖുർആൻ ഓദിക്കണേ ഉമ്മ. ആ ഖുർആൻ നീ ഒന്ന് കേൾക്കണേ വാപ്പാ. യുദ്ഫഉൻ മുസ്തമിഅൽ ഖുർആനി ബൽവ ദുനിയാ, ദുന്യവിയായ എല്ലാ ബലാ മുസീബത്തുകളെ തൊട്ട് കാവലാണ് ഖുർആൻ കേൾക്കലെന്ന് നബിയുനാ റസൂലുള്ളാഹി. വഅൻതാലിൽ ഖുർആനി ബൽവൽ ആഖിറ, ഖുർആൻ പാരായണം ചെയ്യുന്നതിലൂടെ ആഖിറത്തിലെ വിപത്തുകളെ തൊട്ട് കാവലാണ്, കാവലാണ്. ഖബറിൽ രക്ഷയാണ്, മഹ്ശറയിൽ തുണയാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒന്നാമതായി ശ്രദ്ധിക്കേണ്ട വിഷയം, മാതാപിതാക്കൾ റോൾ മോഡലാകണം. മക്കളെ നന്നാവണമെങ്കിൽ മക്കൾക്ക് റോൾ മോഡലാകൽ അനിവാര്യമാണ്. മാതാപിതാക്കൾ ഉമ്മയെ കണ്ടിട്ടാണ് മകള് പഠിക്കുക. വാപ്പയെ നല്ലതുപോലെ ഇമിറ്റേറ്റ് ചെയ്യും, വാപ്പയെ നല്ലതുപോലെ ശ്രദ്ധിക്കും. ആര്? ആൺമക്കൾ. ചെറുപ്പത്തിൽ അങ്ങനെയാണ്. അത് കുറച്ചാൾ അങ്ങനെ തന്നെ തുടരും.
ഒരു 15 വയസ്സൊക്കെ വരെ കുട്ടികള് അവർക്കുള്ള റോൾ മോഡൽ ആരായിരിക്കും? വാപ്പയായിരിക്കും. 15 കഴിഞ്ഞാൽ പിന്നെ വാപ്പയായിരിക്കും അവൻ കണ്ട ലോകത്തെ ഏറ്റവും വലിയ മണ്ടൻ, ഏറ്റവും വലിയ വിവരം കെട്ടവൻ അവനാണ്, വാപ്പയാണെന്ന പിന്നെ അവൻ പറയാം. കാരണം എന്താ? അവൻ ലോകം മുഴുവൻ മറ്റുള്ള സിനിമാ നടന്മാരെയും മറ്റുള്ള ആളുകളെയും ഒക്കെ താരതമ്യം ചെയ്യുമ്പോൾ എന്റെ വാപ്പ വിവരമില്ലാത്തവനാണ് എന്ന് പറഞ്ഞു തുടങ്ങും. എന്നാൽ കുറച്ചും കൂടെ കഴിഞ്ഞ് പിന്നീട് ഇവൻ വിവാഹം കഴിഞ്ഞ് ഇവന് മക്കളൊക്കെ ആയി കഴിയുമ്പോഴാണ് മനസ്സിലാക്കുന്നത് അള്ളാഹു എന്റെ വാപ്പയാണ് ലോകത്തിലെ ഏറ്റവും നമ്പർ 1 എന്ന് വീണ്ടും ഒരു തിരിച്ചറിവ് വരും. അപ്പോഴത്തേക്കും വൈകിട്ടുണ്ട്, വാപ്പ മരിച്ചു പോയിട്ടുണ്ട്. ഇതിനിടയിലാണ് വാപ്പയുടെ ജീവിതം കിടക്കുന്നത്. ഈ രീതിക്കാണ് പോവുക. 3 കാറ്റഗറിയിലാണ്. 15 വയസ്സ് വരെ റോൾ മോഡൽ ആരാണ്? വാപ്പയാണ്. പെണ്ണുങ്ങൾക്കോ ഉമ്മയാണ്. 15 വയസ്സ് കഴിയുമ്പോൾ ഇവർ വാട്സാപ്പും ഫേസ്ബുക്കും എല്ലാ സംഭവങ്ങളും ഇൻസ്റ്റാഗ്രാമും എല്ലാ ഐഡിയും കൊണ്ടുവന്ന് ഭയങ്കര ഉപയോഗമൊക്കെ തുടങ്ങി കഴിയുമ്പോൾ ലോകപരിചയം വന്നു കഴിയുമ്പോൾ ഇവര് പറയും എന്റെ ഉമ്മാക്കൊന്നും ഒരു വിവരമില്ല, വിവരമുള്ള ആളുകൾ വേറെയാണ്, ഇന്ന നടിയാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് അവരെ പിൻപറ്റാൻ പോകും. അവസാനം കല്യാണമൊക്കെ കഴിഞ്ഞ് 2-3 കുട്ടികളായി ഈ ആണും ഈ പെണ്ണും ഇവരൊക്കെ ജീവിതം തുടങ്ങി കഴിയുമ്പോൾ ഇവർ മനസ്സിലാക്കും എന്റെ വാപ്പയും ഉമ്മയാണ് ലോകം കണ്ട ഏറ്റവും നല്ല മഹൽ വ്യക്തിത്വങ്ങൾ, നല്ല ജീവിതം നയിച്ചിട്ടുള്ള കുടുംബിനികൾ അവരാണ് എന്ന് തിരിച്ചറിവ് പിന്നെ വരും. അപ്പോഴത്തേക്കും എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. വാപ്പാടും ഉമ്മാടും പൊരുത്തം പോലും ചോദിക്കാൻ പറ്റിയില്ല, അവരിതിനിടയിൽ മരണപ്പെട്ടു പോയിട്ടുണ്ടാവും. അവരെ നിങ്ങൾ ഇടങ്ങേറാക്കിയിട്ടാണ് കഴിഞ്ഞിട്ടുണ്ടാവുക. ഇതാണ് മനുഷ്യന്റെ ജീവിതം. ഇത് യാഥാർത്ഥ്യമാണ്, ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണ്.